സെറ്റായില്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി വ്ളോഗ്സ് ബൈ സൂര്യ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവ്. അപ്പോൾ അതാ ഞാൻ എൻ്റെ വേൾഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ ക്യാമറ ഞാൻ അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലല്ല വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ വേൾഡ് എടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇന്നലെ നമ്മൾ ഇവിടാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. ഞാൻ ഇന്ന് നോക്കി, ആ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്. ഇന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീടൊക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോവാം. നമുക്ക് വേറൊരു സ്ഥലം നോക്കാം. നമുക്ക് വേറൊരു സ്ഥലം നോക്കാം. അപ്പോൾ ഓക്കെ, എൻ്റെ ഡട്ട് കൊടുത്തുകൊണ്ട് പോവുക വേറെ സ്ഥലത്തിന്. വേറൊരു ബിഗ്ഗർ ഹൗസ് വേണം. വേറെ സ്ഥലത്തിനൊന്നും പോവില്ല, ഒരു ബിഗ്ഗർ ഹൗസ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ബിഗ്ഗർ ഹൗസാണ്. ഡാം നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ കയറി നോക്കിയാലോ ഗൈസ്. ഇത് പൊട്ടിച്ചാൽ മതി. ചുമ്മാ ഈ വീട്ടിലെ ആൾ ചുമ്മാ ഇവിടെ ബ്ലോക്കൊക്കെ കയറ്റി ഒന്ന് വെച്ചേക്കുക. ഇവിടെ വീടില്ലാത്തൊരു വീടാണ്. വീടില്ലാത്തല്ല, ഇതില്ലാത്ത ഒരു വീടാണ്. കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കാം. നമുക്ക് ട്രിപ്പിൾ കോട്ട് ബെഡിനൊക്കെ ഇതുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫർണസ് ഉള്ള വീടങ്ങ് എടുത്താലോ ഗൈസ്. ഇവിടെ നിന്നാണ് എനിക്ക് ചെസ്റ്റൊക്കെ കിട്ടിയിരുന്നത്. എനിക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവൻ നല്ലൊരു ബിസിനസ്സിൻ്റെ ആളാണ്. നല്ല ബിസിനസ്സാണ്. ഇപ്പോൾ വേണ്ടതൊന്നും ഞാൻ തിരിച്ചു വെച്ചിരിക്കും. എനിക്കോതൻ്റെ ഇവിടെ പോയിന്ന് വിചാരിച്ചു. ഈ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റത്തെ ആയിരുന്നു തോന്നുന്നു. ആ കമ്മ്യൂണിറ്റി കണ്ടവർക്കറിയാം. എനിക്ക് പനിയായിരുന്നു. ഇപ്പം എനിക്ക് പനിയുടെ അതുണ്ട്. അതാ ഈ ടെസ്റ്റ് ഞാൻ എന്നാലും എന്താ കാണാൻ. അതേ ജോലിയുള്ള വില്ലേജസ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് എന്തെങ്കിലും ട്രേഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ട്രേഡ് എനിക്ക് പറ്റുന്ന എന്തെങ്കിലും. 25 വീറ്റ് ഇവിടുത്തെ ഒരു എമറാൾഡ് കിട്ടി. നീ ഒരെമറാൾഡ് എനിക്ക് അത്രയും പണിയെടുക്കണം. അയ്യോ, പൂച്ച വീണ് കിടപ്പുണ്ടായിരുന്നു ഇവിടെ. പൂച്ചയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ വില്ലേജ് ഉണ്ടോ? ബാക്കി ഇല്ലെന്ന് തോന്നുന്നു. ബാക്കി വില്ലേജ് ഇവിടെ എന്നെ തപ്പി വന്നതാണോ?
എന്നെ അയൻകോളം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വില്ലേജേഴ്സിനെ അടിക്കാൻ. ഗായ്സ്, ഈ സർവൈവൽ ഞാൻ ചാവുമെന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് മിക്കവാറും ഒരു പുതിയ വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും ഈ സർവൈവൽ സീരീസിൽ. എന്നാലും എനിക്ക് ആ വില്ലേജസിനെ അടിക്കാൻ തോന്നിയ സമയം സോംബീസ് സ്പോണായി തുടങ്ങി. സോംബീസും സ്കെൽറ്റൺസും പോടാ. അതേ ബാക്കിൽ നിന്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉണ്ട് സത്യം. സോംബീസും സ്കെൽറ്റൺസും എൻ്റെ വില്ലേജിലോട്ട് ഇപ്പോൾ പോവേ. ഇപ്പോൾ ഉള്ള ബെഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഗൈസ്. കള്ളത്തരമില്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ ചില സമയത്ത്. അതുകൊണ്ട് ഇത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ട് എന്നിട്ടിതാ നമ്മൾ ഇതിടണം. നമുക്ക് വേണ്ട സാധനം ഡയമണ്ട് ആക്കണ്ട. പിന്നെ നെതറൈറ്റ് തന്നെ വേണം. ഇങ്ങനെ കള്ളൊന്നും ചെയ്യാതെ ഒന്നും പറ്റത്തില്ല ഗൈസ് ചില ആൾക്കാർക്ക്. എനിക്ക് ചീറ്റിംഗ് ഇല്ലാത്തൊരെണ്ണമായിരുന്നു വേണ്ടത് ശരിക്കും. ഇത് മാത്രമാകണ്ട, ഒരു ഡയമണ്ടിൻ്റെ ഫുൾ സെറ്റ് ആർമർ അങ്ങെടുത്തേക്കാം. ഇത് ഇങ്ങോട്ട് വെക്കാം, ഇത് ഇങ്ങോട്ട് വെക്കാം, ഇത് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്കതാ ഇതും ഇങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് വേണം, ഇച്ചിരി ഫുഡ് വേണം. മട്ടൺ തന്നെ വേണം. മട്ടൺ മാത്രം പോരെ, ഇച്ചിരി പ്രോട്ടീനൊക്കെ വേണം. എൻചാൻറ്റഡ് തന്നെ വേണം, സാധാരണ ഗോൾഡൻ ആപ്പിൾ ഒന്നും പോരാ. ഇച്ചിരി സ്റ്റേക്ക് ഇല്ലാതെ എന്ത് പരിപാടി. ഇച്ചിരി സ്റ്റേക്കും കൂടി, ഇത്രയും ഫുഡ് മതിയായിരിക്കും. വെള്ളം വേണം. ഇതെന്തോ, ഇത് ഇച്ചിരി എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഇച്ചിരി സാധനങ്ങൾ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് ഡ്രോ അയൺ ഇതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. ബാനർ കുറേ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ
ഉണ്ട് ക്രിയേറ്റീവിൻ്റെ, പക്ഷെ ഇതൊക്കെ എന്തിനാന്ന് എനിക്കറിയത്തില്ല. ട്രയൽ കീയോ? ഇതൊക്കെ എന്തോ ട്രയൽ കീ ഒക്കെ എന്തുവാ? ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നെതറൈറ്റ് ഇങ്കട്ട്. രണ്ടു മൂന്നാലെണ്ണം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതെടുത്തിടാം. സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് ഇട്ടിട്ടില്ല ഇപ്പോൾ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ ഇട്ടൊരു പറക്കും. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ അയൻകോളത്തിനെ തീർക്കാൻ പോവാ. ഈ ക്രിയേറ്റീവിൽ നിന്ന് തന്നെ ഞാൻ അയൻകോളത്തിനെ തീർക്കും. എനിക്ക് ഇവിടെ ഉള്ള സകലമാന അയൻകോളത്തിനെ തീർക്കണം. എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇയാൾക്ക് മോൻ ട്രാപ്പായിരുന്നു. എന്താ എന്നോട് പറയാൻ എന്നിട്ട്? ഈ അടി അറിയാവടാ? ഈ അറിയാവടാ? അറിയാവടാ? കൊല്ലും ഞാൻ. എന്നെ അടിക്കാൻ വേണ്ടി എൻ്റെ പുറകെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അയൺ. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അയണായി. അടുത്ത വീഡിയോയിലേക്ക് വേണ്ടിയുള്ള അയൺ ഇങ്കട്ടായി. ഡുമ്പോഴത്തേക്കിനും പൊട്ടി പോവുക. അങ്ങോളം എന്തിയടാ? കൊല്ലും ഞാൻ. ഇതായിരുന്നു എന്നെ നേരത്തെ ഫോളോ ചെയ്യാൻ വന്നേ. പിന്നെ ഞാൻ കൊല്ലും. എന്താണ് നോക്കുന്നത്? ഓ, വില്ലേജർ നോക്കി പിടിക്കാൻ വന്നിരുന്നു ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് ഞാൻ കൂടെ ഉള്ള അടുത്ത വീഡിയോയിലേക്കും ഒക്കെയുള്ള അയൺ എനിക്ക് കിട്ടി. ഇനി ഇത് രണ്ടും ഞാൻ എടുത്തു വയ്ക്കൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തു. ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യാന്നൊരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്തിട്ടില്ലായിരുന്നു, വുഡ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നേരം ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് അൺലിമിറ്റഡ് സ്റ്റോൺ സോഴ്സ് ഉണ്ടാക്കിയാലോ? ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി സ്റ്റോൺ കളക്ട് ചെയ്താലോ അടുത്തതിന് ഒരു വീടുണ്ടാക്കാൻ. അടുത്ത വീഡിയോയിലേക്ക് നമുക്കൊരു വീടുണ്ടാക്കാം ഗൈസ്. കളക്ട് ആയോ വല്ലതും? സ്റ്റോൺ കളക്ട് ആവുന്നുണ്ടോ? എനിക്കില്ലെങ്കിൽ